ആകാശത്തുനിന്ന് വീണത് മിസൈലാണ്, അല്ലാണ്ട് ആലിപ്പഴമല്ല. ഇതുപോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത മലയാളി യാത്രക്കാരുടെ കുറച്ച് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുന്നുള്ളൂ. വിമാനങ്ങൾ അതിൽ ഒന്ന് റദ്ദാക്കിയിട്ടുണ്ട്. ഒരു വിമാനം വഴിതിരിച്ചു വിട്ടു. മറ്റ് സർവീസുകളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട സാഹചര്യങ്ങൾ, വിവരങ്ങൾ. ഗൂഗിൾ വ്യോമപാത അടച്ചതിനെ തുടർന്ന് പ്രധാനമായിട്ട് 2 വിമാന സർവീസുകളാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് റദ്ദാക്കിയിട്ടുള്ളത്. കുറച്ച് 2:15 പുറപ്പെടേണ്ട വിമാനം, ഒപ്പം തന്നെ ഇവിടേക്ക് 7:15 എത്തേണ്ട 2 വിമാന സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. ഇവിടെ ഖത്തറിലേക്ക് പോകാനെത്തിയ നിരവധി യാത്രക്കാർ ഇത്തരത്തിലേക്ക് പ്രതിസന്ധി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ ഈ എയർപോർട്ട് അധികൃതരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മറ്റ് റീഷെഡ്യൂൾ ചെയ്യുന്ന അടക്കമുള്ള നടപടികളിൽ കടക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരാൾ നമ്മളോട് ചെയ്യുന്നുണ്ട്. ചേട്ടാ എങ്ങോട്ടേക്ക് പോകാനുണ്ട്? ദോഹ ടു മയാമി. Fully cancelled. Fully cancelled. They're not announcing it's fully cancelled. They have to announce, right? It's fully cancelled. Nobody is coming out to say. But then the incoming flight from Doha to Cochin has not even started from Doha. Yeah. We have to go all the way, right? I mean, we don't know what to do. No refund, or either they have to give a refund, or they have to just cancel, go home, come back later. They're not saying anything right now. കഷ്ടം. എടാ വാണമേ, വീണത് മിസൈലാണ്, അല്ലാണ്ട് ആലിപ്പഴമല്ല. ഈ ഒരു ബേസിക് ചിന്ത പോലും ഇല്ലാണ്ട് ഇതുപോലെ ഒന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ നിനക്കൊക്കെ? ആ റിപ്പോർട്ടറെങ്കിലും അറ്റ്ലീസ്റ്റ് തിരിച്ചു ചോദിച്ചുകൂടായിരുന്നോ? അല്ല ചേട്ടാ, വീണത് മിസൈലല്ലേ, അല്ലാണ്ട് ആകാശത്ത് നിന്ന് മഴ പെയ്തുകൊണ്ട് ആലിപ്പഴം വീണുകൊണ്ടൊന്നല്ലല്ലോ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റ് തരാൻ പറ്റാത്തതുള്ള ഒരു ബേസിക് സെൻസ് പോലും ഇല്ലാണ്ട് ഇങ്ങനെ ഇവർക്ക് സംസാരിക്കാൻ പറ്റുന്നത് വല്ലാത്ത മനുഷ്യന്മാരെ. സ്വന്തം കാര്യം അല്ലെങ്കിൽ വേറെ എന്ത് ലോകത്ത് നടന്നാലും കുഴപ്പമില്ല, ആര് വീണാലും ആര് ചത്താലും കുഴപ്പമില്ല, എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്തണം, മിയാമിയിലേക്ക് അമേരിക്കയിലോട്ട് എത്തണം, അതിന് എന്താണെങ്കിലും വേണ്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ റീഫണ്ട് കിട്ടണം, എനിക്ക് വീട്ടിൽ പോകണം. ആര് അപ്ഡേറ്റ് തരും? ആരോടും പറഞ്ഞിട്ടല്ല ഇറാൻ അവിടെ കൊണ്ട് മിസൈൽ ഇട്ടത് പൊട്ടിച്ച് തന്നത്. ആ ഒരു ചിന്ത പോരാ. ആ ഒരു ഒറ്റ കാര്യം ചിന്തിച്ചാൽ ഇതുപോലെ സംസാരിക്കാൻ പറ്റുമോ? വല്ലാത്ത മനുഷ്യന്മാരാട്ടോ ഈ നമ്മുടെ ആൾക്കാരെ. എങ്ങോട്ടേക്ക് പോകാൻ? യാത്രക്കാരുടെ പ്രതികരണങ്ങളാണ് വരുന്നത്. അവർ ഖത്തറിലേക്ക് പോകണ്ട, ഫ്ലൈറ്റ് എല്ലാം ക്യാൻസൽ ആണെന്ന് പറയുന്നു. ഇവിടെ എത്തിയപ്പോഴാണോ? ഇവിടെ എത്തിയപ്പോഴാണ് അറിയണം. എയർപോർട്ട് അധികൃതരുമായിട്ട് സംസാരിക്കുമ്പോൾ എന്താ പറയുക? എയർപോർട്ടിൽ കോൾ സെന്റർ വിളിച്ചോ? I went to the ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഖത്തർ എയർവേസിൻ്റെ ഓഫീസിൽ പോയായിരുന്നു. ദേ ആർ ക്ലോസ്ഡ്. പിന്നെ ഞാൻ ഓൺലൈൻ നമ്പർ സെർച്ച് ചെയ്ത് ഐ ട്രൈഡ് സോ മെനി ടൈംസ് ആൻഡ് നോബഡി ഈസ് ആൻസറിങ്. Then I just came to the airport. ഗൂഗിൾ വ്യക്തമാക്കുന്ന നിരവധി ആളുകൾ ഇത്തരത്തിലേക്ക് ഇപ്പോൾ ആ ഭാഗത്ത് നിൽക്കുകയാണ്. ഒരു തരത്തിലും ഇവർ എയർപോർട്ട് അധികൃതരുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ ടിക്കറ്റൊക്കെ റീഷെഡ്യൂൾ ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഇപ്പോൾ സിയാൽ അധികൃതർ കടന്നിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് നേരത്തെ ഒരു തരത്തിലുള്ള അറിയിപ്പും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇവർക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. ബെസ്റ്റ് യാത്രക്കാരെ പറയണം, ഈ റിപ്പോർട്ടർ അവനൊരു ബോധം വേണ്ടേ? നേരത്തെ മുൻകൂട്ടി അറിയിച്ചിട്ടാണോ ബോംബിട്ടത്? അല്ല, നേരത്തെ മുൻകൂട്ടി അറിയിച്ചിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇവരെ മുൻകൂട്ടി ഓക്കെ രാവിലെ തന്നെ വിളിച്ചത് ഇന്ന് വൈകുന്നേരം മിക്കവാറും ഇറാൻ ഇവിടെ ബോംബിടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ യാത്ര ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ റീഫണ്ട് തരാം, അല്ലെങ്കിൽ നമുക്ക് നാളെത്തോ മാറ്റി വെക്കാമെന്ന് പറയാം. ഇത്രയും ബേസിക് സെൻസ് പോലും ഇല്ലാത്ത വാർത്താ മാധ്യമ പ്രവർത്തകരൊക്കെയാണ്. യാത്രക്കാരത് അങ്ങനെ ഒരു വഴിക്ക് ഒരു ബോധമില്ലാത്തത്. അതേ ചുവട് പിടിച്ച് ഇമാതിരി ന്യൂസ് അതുപോലെ പടച്ചു വിടാൻ കുറച്ചൊക്കെ ഒരു ബോധം വേണ്ട നമ്മളെ ആൾക്കാർക്ക്. ഈ ഒരു വിമാന സർവീസ് ഇതൊന്നുമല്ല, ഇഷ്ടം പോലെ സർവീസുകൾ ഓൾറെഡി ഓൺ എയറിലുള്ള പല സർവീസുകളും തിരിച്ചിറക്കാൻ പറഞ്ഞ് എത്രയും പെട്ടെന്ന് നിയറസ്റ്റ് എയർപോർട്ടുകളിൽ എവിടെയാണ് ഓപ്ഷൻസ് ഉള്ളത് അവിടെ പോയി തിരിച്ചിറക്കാൻ പറഞ്ഞ്. ഈ പറഞ്ഞ ഖത്തർ മാത്രമൊന്നുമില്ല, ഖത്തറിലോട്ട്, UAE-ലോട്ട്, ബഹ്റൈനിലോട്ട്, കുവൈറ്റിലോട്ട്, അങ്ങനെ പല സ്ഥലത്തോട്ടുള്ള പല വിമാനങ്ങളും തിരിച്ചിറക്കിയിട്ടും അതല്ലെങ്കിൽ റീഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യമില്ല. ഇത് പെട്ടെന്ന് ഫ്ലൈറ്റിന് സാങ്കേതിക തകരാറ് വന്നു, അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റ് തരാം, അല്ലെങ്കിൽ നമ്മൾ നാളെ പുതിയ ഫ്ലൈറ്റിൽ ഓടിക്കാം ഒന്നുമല്ല പറഞ്ഞത്. ഫ്ലൈറ്റൊന്നുമല്ല പ്രശ്നങ്ങൾ, യുദ്ധമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ മിസൈലുകളാണ് വരുന്നത്. മിസൈലിന് അറിയില്ല, ഖത്തർ ഫ്ലൈറ്റാണുള്ളത്, മൊത്തം മലയാളികളാണ്, അതല്ലെങ്കിൽ മൊത്തം അമേരിക്കയിലോട്ട് പറക്കാൻ നിൽക്കുന്നുണ്ട്, ഇച്ചിരി താന്ന് പറക്കാന്ന് മിസൈൽ താന്ന് പറക്കൂല, വന്ന് ഇടിക്കുകയുള്ളൂ. ഈ ബേസിക് സെൻസ് ഉണ്ടായ പോലെ ഒരു മനുഷ്യന്മാർക്ക് വർത്താനം പറയാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് സംസാരിക്കാൻ പറ്റുന്ന മാധ്യമ പ്രവർത്തകർ അതിന് കൂട്ടുപിടിച്ചിട്ട്. ഇന്നത്തെ സത്യം പറഞ്ഞല്ലോ കുറേ ന്യൂസുകളുണ്ട് ഇങ്ങനത്തെ, കണ്ടപ്പോൾ ചിരിയെ വന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു ഈ ആളുകളോണ്ടുള്ള ഒരു പുച്ഛമാണ് തോന്നിയത്. പല ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, പല ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ എയർപോർട്ട് തന്നെ അടച്ചിട്ടാനുള്ള അവസ്ഥയിലോട്ടാണ് നിൽക്കുന്നത്. ഓൾറെഡി ഇസ്രായേലിലെ പോലെ പല എയർപോർട്ടുകൾ ഇന്ന് രാവിലെ മുതൽ അടച്ചിട്ടിരിക്കുക അവർ, യുദ്ധം നടക്കുന്ന സ്ഥലം. പിന്നെ ഇപ്പം ഖത്തർ എയർപോർട്ട് എന്താണെങ്കിലും കുറച്ച് സമയത്തേക്ക് തുറക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഖത്തറിൻ്റെ വ്യോമപാത തന്നെ അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
അതുപോലെ തന്നെ ദുബായിൻ്റെ പല ഭാഗങ്ങളും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറയുന്നുണ്ട്, ബഹ്റൈൻ ക്ലോസ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒമാൻ, കുവൈറ്റ്, ഇതൊക്കെ ഇതിൽ ഇൻവോൾവ് ആയി നിൽക്കുന്ന ആളുകളാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് അത്രയും അത്യാവശ്യം ഉണ്ടെങ്കിൽ വേറെ വല്ല വഴി കൂടെ പൊക്കൂടുക, അതല്ലെങ്കിൽ ഈ പാത പിടിക്കാണ്ടിരിക്കുക. എന്ത് മനുഷ്യന്മാരല്ലേ, ഒരു യുദ്ധത്തിന് പോലും കാര്യങ്ങൾ തിരിച്ചറിച്ച് സംസാരിക്കാൻ അറിയാത്ത ആളുകൾ. അവർക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അത് പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യമാണ്, ആക്രമണത്തിന്റെ സാഹചര്യം. പെട്ടെന്ന് എയർ സ്പേസ് അടയ്ക്കുന്നു, വിമാന സർവീസുകൾ, പല എയർവേസുകളും അവരുടെ സർവീസുകൾ നിർത്തിവെക്കുന്നു, ചിലത് തിരിച്ചിറക്കുന്നു. അങ്ങനെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അച്യുതൻ നൽകുന്ന വിവരം കൂടിയുണ്ട്. എയർ ഇന്ത്യ അവരുടെ മിഡിൽ ഈസ്റ്റ് റീജിയനുള്ള സർവീസിനൊപ്പം തന്നെ ഈസ്റ്റ് കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പ് അവിടേക്കുള്ള സർവീസുകളും അവിടെ നിന്ന് ഇന്ത്യയിലേക്കുള്ള സർവീസുകളിലുമൊക്കെ നിയന്ത്രണം കൊണ്ടുവരുന്നു. അങ്ങനെ കൂടുതൽ വിമാന സർവീസുകളെ ഈ സംഘർഷം അല്ലെങ്കിൽ ഇറാൻ ഇപ്പോൾ അമേരിക്കൻ എയർബേസിന് നേരെ ഖത്തറിലേക്ക് നടത്തിയിരിക്കുന്ന ആക്രമണം അത് മേഖലയിലെ ആകെ വ്യോമഗതാഗതത്തെ ബാധിക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യം കൂടിയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ പ്രതികരണവും അവരുടെ ഒരു ആശയക്കുഴപ്പവും. അവർക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരു സാഹചര്യമാണ്. ഇത് എത്ര സമയത്തേക്ക് താൽക്കാലികമായി എയർ സ്പേസ് അടച്ചിടുന്നു എന്നതാണ് മുമ്പ് ഖത്തറും പറഞ്ഞത്. അവിടെ നിന്ന് ഗോപിനാഥ് മുതുകാട് അടക്കം നമ്മളോടൊപ്പം ചേർന്നു. അതിന്റെ ഒരു തുടർ വിവരങ്ങൾ, ഇനി എപ്പോഴാണ് ഇത് തുറക്കുക അല്ലെങ്കിൽ സർവീസുകൾ പഴയ നിലയിലേക്ക് ആവുക എന്ന് സംബന്ധിച്ച വിവരങ്ങളില്ല. ഏതായാലും നാളെ പുലർച്ചെ പുറപ്പെടേണ്ട, അതായത് ഇന്ന് പുലർച്ചെ പുറപ്പെടേണ്ട വിമാനങ്ങൾ. അതേപോലെ നമ്മളൊരു കാര്യം കൂടെ ചിന്തിക്കണം. നമുക്കേ ഇത്രയും കാലം നമ്മൾ യുദ്ധം വാർത്തകൾ എല്ലാം ന്യൂസിൽ ഇരുന്ന്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ സിറ്റിംഗ് റൂമിൽ ഇരുന്ന് ന്യൂസ് കണ്ട് ചിരിച്ച്, ഖത്തർ അവിടെ അടിച്ചു, അല്ലെങ്കിൽ ഇറാൻ ഇവിടെ അടിച്ചു, അമേരിക്ക അവിടെ അടിച്ചു, ഇസ്രായേൽ ഇവിടെ അടിച്ചു, ഗാസയിൽ അത് പൊട്ടി, ഇവിടെ പൊട്ടി എന്ന് പറഞ്ഞ് ചിരിച്ച്, അല്ലെങ്കിൽ ആർത്തുല്ലസിച്ച്, അല്ലെങ്കിൽ 2 കണ്ണീരൊക്കെ വെറുതെ 4 പുച്ഛവും 4 സഹതാപമൊക്കെ വാരി വിതറി ന്യൂസ് ഇരുന്ന് കണ്ട ആളുകൾ മാത്രമാണുള്ളത്. നമ്മുടെ നാട്ടിൽ പോലും, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്തും, നമ്മുടെ കൂട്ടത്തിൽ 26 പേരെ പാകിസ്ഥാനികൾ വന്ന് കൊന്നുപോയ സമയത്തും, തിരിച്ച് ഇന്ത്യ അവിടെ യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ നമ്മൾ വിജയിച്ച സമയത്തും ഒക്കെ നമുക്കിതൊന്നും നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ല. നമ്മൾ ന്യൂസിൽ കാണുന്ന 4 വാർത്തകളിൽ ഒതുങ്ങുന്ന ആൾക്കാരാണ് നമ്മൾ. നിങ്ങളൊരു കാര്യമായിരിക്കും, ഒരു നേരത്തെ ഫ്ലൈറ്റ് പോയപ്പോഴേക്കും നമുക്ക് ഇത്ര ബുദ്ധിമുട്ട്, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവരൊന്നും മിണ്ടുന്നില്ല, ഇവരൊന്നും പറയുന്നില്ല, റീഫണ്ട് കിട്ടും, ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകേണ്ട, ഇത്രയും ഫ്രസ്ട്രേഷനാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. നമ്മുടെ പ്രബുദ്ധ മലയാളിയുടെ മനസ്സിലോട്ട് വരുന്ന ചിന്തകൾ അതൊക്കെ. ഇതേ സ്ഥാനത്ത് അതേ സ്ഥലത്ത് അവിടെ മിസൈലുകളും യുദ്ധവിമാനങ്ങളും വന്ന് ഓരോ സ്ഥലത്ത് ഇടിച്ച ആളുകൾ മരിച്ച്, ബന്ധു മരിച്ചും, ബിൽഡിങ് തകർന്ന് അതിൻ്റെ അടിയിൽ പോയി മരിച്ചും, ഭക്ഷണം കിട്ടാണ്ട് മരിച്ചും, ഏതൊക്കെ രീതിയിൽ യുദ്ധത്തിൻ്റെ അടിയിൽ എഫക്റ്റുകൾ പെട്ട് അവസ്ഥകളിൽ പെട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അത്രയും, അതും വർഷങ്ങളായിട്ട് യുദ്ധത്തിൽ പോകുന്ന ഗസയിൽ നടക്കുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ, ഇപ്പം ഇറാൻ യുദ്ധം നടക്കുന്നു, റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നു. അങ്ങനെ പല സ്ഥലത്ത് യുദ്ധങ്ങൾ നടന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ ഒരൊറ്റ നേരത്തോ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ഫ്ലൈറ്റ് അങ്ങോട്ടോ അല്ലെങ്കിൽ ഒരു സമയക്രമം മാറിയപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? കഷ്ടം. നമ്മളെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടോ, അതല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ സ്റ്റാറ്റസ് കൊണ്ടോ അതല്ല യുദ്ധം, അല്ലെങ്കിൽ അതല്ല അനുഭവം, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് ഒരു ബേസിക് സെൻസെങ്കിലും നമ്മൾ പഠിക്കണം, എങ്കിലൊക്കെ നന്നാവുള്ളൂ.